ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഈവനിങ് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എന്നെ ക്ഷീണമായിരുന്നു, അതുകൊണ്ട് കിടക്കുക ചെയ്തത്. മെഡിസിൻസൊക്കെ കഴിക്കണമായിരുന്നുണ്ട്. എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ഷീണമൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ എനിക്കിപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഞാൻ പിന്നെ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ന് മൂലൻസ് കയറി കേട്ടോ. ഞാൻ മൂലൻസ് സാധനം കയറാറില്ല, കുറച്ച് ചില സാധനം മേടിക്കുള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചേച്ചിയെ പറഞ്ഞ് അവിടെ മൂലൻസിൽ നമ്മൾ ഈ പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ആ ചേച്ചി നിർബന്ധപ്രകാരം ഒരു കാർഡ് എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ കയറി നോക്കിയപ്പോൾ ശരിയാട്ടോ, പച്ചക്കറിയൊക്കെ നമുക്ക് മറ്റു കടകളെ അപേക്ഷിച്ച് വിലക്കുറവിന് കിട്ടും കേട്ടോ. പിന്നെ മൂലൻസിൽ ഒരു കടയിൽ സാധനം മേടിക്കാൻ കയറിയാൽ പിന്നെ 100 സാധനം മേടിക്കുക, അതാണ് അവിടെ കയറിയാലുള്ള കുഴപ്പം. പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ എന്നെ നോക്കി സ്രാവ് നിൽക്കുക കേട്ടോ, എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ നോക്കാനാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കടയിൽ നിന്ന് മീറ്റ് റോളും കട്ട്ലേറ്റും മേടിച്ചു കേട്ടോ. അവൾക്ക് കട്ട്ലേറ്റ് ഇഷ്ടമാണ്, അവൾക്ക് കട്ട്ലേറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ അരുണ് ഞാൻ ബാക്കിയുള്ളവർക്കും മീറ്റ് റോൾ മേടിച്ചു കേട്ടോ. മീറ്റ് റോൾ കഴിച്ചു. അരുണ് കൊണ്ട് കൊടുത്തപ്പോൾ അരുണിൻ്റെ പിള്ളേർക്ക് തീറ്റ കൊടുക്കാണ്ട് അരുൺ കഴിക്കില്ല. അരുൺ വന്ന പാടെ തന്നെ പിന്നെ പിള്ളേർക്ക് തീറ്റ കൊടുക്കലായി. പിന്നെ അവരാണ് വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ. മീൻ മറ്റേ തീറ്റ അരുൺ കൊടുത്തപ്പോൾ തന്നെ അതുങ്ങൾ ഓടി വന്ന് തിന്നുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അരുണ് ആ മീറ്റ് റോളൊക്കെ കഴിച്ചു. അതിൻ്റെ പിന്നെ കപ്പങ്ങപ്പഴം അമ്മച്ചി ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ, അത് കഴിച്ചു. അത് നല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പങ്ങപ്പഴമായിരുന്നു കേട്ടോ. അതിൽ നല്ല മധുരം ഉണ്ടായിരുന്നു, അത് നല്ല പഴുത്തതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് മൂലൻസ് കയറിയപ്പോഴേ സ്രാവുട്ടിക്ക് തൈര് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളൂ പരസ്യത്തിലൊക്കെ. അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അത് പറഞ്ഞ് മേടിച്ചു കേട്ടോ. അത് നല്ല കട്ടയായിട്ടൊക്കെ ഇരിക്കണം, നല്ല പുളി കുറഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ചാവനും വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കൂട്ടാൻ വയ്ക്കണമെങ്കിൽ ഇത് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടാൻ വയ്ക്കണമെങ്കിൽ നമ്മൾ മറ്റേ തൈര് തന്നെ മേടിക്കാം, പുളി ഇച്ചിരി കുറവാണല്ലോ. പിന്നെ നാളത്തേക്ക് കുറച്ച് അച്ചിങ്ങ മേടിച്ചായിരുന്നു, നാടൻ അച്ചിങ്ങ, അത് ഒരുക്കിയെടുത്തു. പിന്നെ ചോറുണ്ട്, ഇന്ന് രാവിലെ സാമ്പാറായിരുന്നു, അത് ഇരിപ്പുണ്ട്.